ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് കുട്ടിരാനി ബ്ലോഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം അരിഞ്ഞ് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതേ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ഉണ്ട്, പക്ഷേ അച്ഛൻ്റെ മുകളിലായതുകൊണ്ട് എടുക്കാനും തേച്ച് കഴുകാനും എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇതിന് ഈ ഒരു സ്പൂൺ, ചെറിയ സ്പൂണാണ്, ഒരു 3 സ്പൂൺ കടുക്, ചെറിയ സ്പൂണാണ് കേട്ടോ. അത് കണ്ട ഇച്ചിരി വലുപ്പം തോന്നുന്നേ ഉള്ളൂ. നിങ്ങളുടെ ആ ഒരു അളവിനനുസരിച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതേ പെരുംജീരകം ഒരു 5-6 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം കടുക് കൂട്ടുമ്പോൾ തന്നെ അത്യാവശ്യം എണ്ണ നല്ല ചൂടിലായിരിക്കും. അപ്പോൾ ഈ പെരുംജീരകം അതിലേക്ക് വീഴുമ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സും പെരുംജീരകവും രണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് അരയ്ക്കേണ്ട, ചതച്ചിടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ, കാരണം ഫ്രൈ ആണല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് താവി കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ചതച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുത്ത് ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവിയും കാര്യങ്ങളും ശകലം വെള്ളം ഒഴിക്കല്, ശകലം ഉപ്പ് ഇട്ടിട്ട് അത് മൂടി വെക്കണ്ട, അത് ഫ്രൈ ആയിട്ട് തന്നെ കിട്ടണം. അപ്പം നമ്മൾ ഈസ്റ്റേണിൻ്റെ പുതിയ മീറ്റ് മസാല ഇപ്പോൾ 40 വർഷമാണ്, അവരെന്തോ കൂപ്പൺ കോഡൊക്കെ ഇതിനുള്ളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂപ്പൺ കോഡ് കണ്ടു, ഞാനത് ട്രൈ ചെയ്തില്ല. അപ്പോൾ എല്ലാവരും മേടിക്കുമ്പം കൂപ്പൺ കോഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. അതേ കണ്ടതാണ് കൂപ്പൺ കോഡ്. അപ്പോൾ എന്ത് ആവശ്യത്തിന് ബീഫ് മസാല, 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിടുക. ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിടുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ വേണ്ടി തൈരോട് എടുത്തിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളതൊരു ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നോർമലിലോ റൂമിലോ എല്ലാം വെച്ചൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചേർത്ത് വെച്ചേക്കുന്ന മസാലയും പിന്നെ മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ വെള്ളം വെക്കുക, കാരണം അല്ലെ അടിക്ക് പിടിക്കും, ബീഫ് ഒട്ട് വേഗത്തുമില്ല. അപ്പം ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പക്ഷേ ബീഫിൽ വെള്ളം നമ്മൾ ഇറങ്ങും കേട്ടോ, നമ്മൾ വെള്ളം വെച്ചില്ലെങ്കിൽ. എന്നിട്ട് കുക്കറിൽ ഞാനൊരു 4 വിസിലടിച്ചിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് വെള്ളം പറ്റിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും മോനെ, ഒന്നും പറയാനില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗ്രേവിയിലേക്ക് ഈ ഒരു നമ്മുടെ ബീഫിൻ്റെ ആ റോസ്റ്റ് അല്ല ഫ്രൈ ചെയ്ത ആ ഒരു മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അടി ഊട്ടി ഇളക്കി നന്നായിട്ട് ആ സവോളയെല്ലാം നല്ല മിക്സായിട്ട് ഇളക്കുക. അതിന് ശേഷം ഉപ്പ് നോക്കുക, കാരണം ഓൾറെഡി നമ്മൾ ബീഫിലും സവോളയിലും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ സ്പെഷ്യലായിട്ടല്ല എല്ലാവരും ബീഫ് റോസ്റ്റ് ചേർക്കുന്ന കാരണം തന്നെ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഈ കുക്കറിൽ നമ്മൾ ബീഫ് വെച്ച് കുക്കറില്ലേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ഗ്രേവിക്കകത്തിട്ടുകൊണ്ട് ഈ ഒരു തേങ്ങാക്കൊത്ത് നമ്മൾ ഫ്രൈ ചെയ്യും. അപ്പം ഓൾറെഡി ആ എണ്ണ അതിലേക്ക് ചെല്ലുമ്പം അത് ആ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് ഇളകി വരും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത്, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.